ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയ പാൽക്കപ്പിയും അതുപോലെ തന്നെ അതിലേക്ക് കൂട്ടിക്കഴിക്കാനായിട്ട് ഒരു ആലപ്പി ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിനായിട്ട് ഏകദേശം 600 ഗ്രാമോളം ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് ഏകദേശം 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് നന്നായി കൈകൊണ്ട് തിരുമ്പി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക. അപ്പം ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 2 സവാളയും പിന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. പച്ചമുളകും സവാളയും ഒന്ന് അരിഞ്ഞെടുത്തു. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇതിലേക്കിട്ട് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഞാൻ ഗരം മസാലയിൽ പെരിഞ്ചീരകം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല, വല്ലാണ്ട് കുത്താവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് കളർ അധികം മാറാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ചെറിയ തീയിൽ കളർ മാറാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് തിരുമ്പി മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം ഈ സമയത്ത് തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ഞാൻ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സവാളയ്ക്ക് കുറച്ച് നേരം ആയിട്ടുണ്ട്. ചെറിയ തീയിൽ നന്നായിട്ട് കളർ മാറാതെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും, 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളും കൂടി ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിരുമ്പി മാറ്റി വെച്ചുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. രണ്ട് 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സൊക്കെ, ചെറിയ ഗ്ലാസ് കൊണ്ട് 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാവും. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കുറച്ച് നേരം കൂടി മൂടി വെച്ചു. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഏകദേശം 1 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ, നിറച്ച് 1 സ്പൂൺ ഗരം മസാലയാണ്.
അപ്പോൾ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നോട് കൂടി തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇതേ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തു തിളച്ച് വരുന്നോട് കൂടിയിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി. അപ്പോൾ അതിന് ശേഷം ഒരു 4-5 സ്ലൈസ് തക്കാളി കൂടി അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആലപ്പി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാൽക്കപ്പ കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള കപ്പയ്ക്ക് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത് ഉടയണ കപ്പയാണെങ്കിൽ കൂടുതൽ രസം ഉണ്ടാവും. പക്ഷെ ഇവിടെ കിട്ടിയിട്ടുള്ള കപ്പ അത്ര നന്നായിട്ട് വെന്തിട്ടൊന്നുമില്ല. 1-2 എണ്ണം വെവാത്തതും ഉണ്ടായില്ല. അപ്പം എന്നാലും ഞാൻ ഒരുവിധമൊക്കെ വെന്തുണ്ട്. അതൊന്ന് ആദ്യം ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പം ചില സമയത്ത് കിട്ടുന്ന കപ്പയ്ക്ക് നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയത് അത്ര നന്നായിട്ട് വെവണ കപ്പയായിരുന്നില്ല. എന്നാലും ഞാൻ നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചതച്ചതും കുറച്ചധികം ചെറിയുള്ളി ചതച്ചതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരമുറി നാളികേരത്തിൻ്റെ 1/4 പാല് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുത്തുള്ളത്. ഏകദേശം ഒരു 1-1.5 ഗ്ലാസ്സൊക്കെ ഉണ്ടാവും നാളികേരപ്പാൽ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരപ്പാലിൻ്റെ അളവ് അതിൻ്റെ ഒപ്പത്തിനായിട്ട് അല്ലെങ്കിൽ ഇത്തിരി മേലെ നിൽക്കുന്ന രീതിയിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. 2-ാം പാല്. ഇനി നാളികേരപ്പാൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് കപ്പ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് നാളികേരപ്പാലൊക്കെ ഇടുന്നിട്ട് ഒന്നും കൂടിയും കപ്പ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചുള്ള ഒരു ചെറിയ ബൗളിൽ കുറച്ച് 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ചെടുക്കണം. ഇതേ മൂപ്പിച്ചെടുത്ത ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിഷ്ടം കുറച്ച് നല്ല കുത്തുമുളകും ചെറിയുള്ളിയൊക്കെ ഇട്ട് കുത്തിക്കാച്ചിയെടുത്ത കപ്പയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ ചിലർക്കൊക്കെ നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ ആലപ്പി ചിക്കൻ കറിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.